കം ലെറ്റ്സ് ഗോ ടു വല്ലപ്പുഴ ആൻഡ് നമ്മുടെ നാത്തൂൻ്റെ വീട്ടിൽ ചെറിയൊരു വിരുന്ന് കൂടിയിട്ട് വരാം. എൻ്റെ ചെറിയ നാത്തൂനും ഹസ്ബൻഡും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ചെറിയ വിരുന്നാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നടത്താനായിരുന്നു ഈ വിരുന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ ചെറിയ റിനോവേഷൻ വർക്ക്സ് നടക്കുന്നതുകൊണ്ട് ഫുള്ള് മണ്ണും പൊടിയാണ്. അതുകൊണ്ടാണ് നാത്തൂൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്നത്. ഞങ്ങളോടൊരു രാത്രി 8-8:30 ആകുമ്പോഴേക്കും എത്താൻ പറഞ്ഞെങ്കിലും ഞങ്ങൾ കുറച്ചധികം ലേറ്റായി, 10-10:30 സോ എത്തിയതും ചോറ് വിളമ്പുന്നതും കഴിക്കുന്നതൊക്കെ ഒരുമിച്ചായിരുന്നു. ആണുങ്ങളെ ആദ്യം എത്തി ഞാൻ നേരെ അടുക്കളയ്ക്ക് ചെന്നോട്ടെ എന്താണ് സ്പെഷ്യൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഈ നാത്തൂനും ഹസ്ബൻഡും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അവരെ വക എന്താണ് സ്പെഷ്യൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ ഫുഡൊക്കെ ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വല്ലപ്പുഴ തന്നെയുള്ള ഒരു സ്റ്റാർ നൈറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ മധൂത്ത് ആൻഡ് ബീഫ് ചില്ലി ആയിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. ഇപ്പം ഞാൻ ഈ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാത്തൂന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗാർലിക് അച്ചാറാണ്. അവൾ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും, അച്ചാറൊക്കെ ഇടും. രണ്ടാമത് അവൾ ഉണ്ടാക്കിയത് നമ്മുടെ മുബീസ് കിച്ചണിൽ മൂപ്പര് വൈറലാക്കിയ ഒരു മധുരമുള്ള മാംഗോ പിക്കിളുണ്ട്. അതും ഇവൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. സംഭവം അടിപൊളിയായി. എനിക്ക് പൊതുവേ ഈ മധുരമുള്ള അച്ചാർ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആണുങ്ങളൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾ പെണ്ണുങ്ങളിരുന്നത് ഈ സുപ്ര വിരിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ നടുവിൽ ഇങ്ങനെ ചോറിങ്ങനെ തട്ടി എല്ലാവരും അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നൊരു സമ്പ്രദായം. എനിക്ക് തോന്നുന്നത് ഇത് ഗൾഫുകാരിൽ നിന്ന് കൈമാറി വന്നൊരു സമ്പ്രദായം, ഈ സുപ്ര വിരിച്ചിരുന്ന് കഴിക്കുക. എനിക്ക് ആദ്യം ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ. പിന്നെ അതങ്ങ് ശീലമായി. ഇനി ഇവളുടെ വീട്ടിൽ വന്നിട്ട് തന്നെയാണ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, എന്നാൽ ഇങ്ങനെ കഴിക്കുന്നവരും ഉണ്ടാവും. ഇത് റിയൽ ഫണ്ണാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് സൊറൊക്കെ പറഞ്ഞ് ഒരേ സുപ്രയിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, കുറേ കഥകൾ പറയും. ഞങ്ങളുടെ കഥകൾ മെയിനായിട്ടും ടൂർ പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഒത്തുകൂടിയാൽ എന്തായാലും ഒരു ടൂർ പ്ലാൻ ചെയ്യും. പക്ഷെ അത് പലപ്പോഴും നടക്കാറില്ല. ഇപ്രാവശ്യം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നത്. സോ ദിസ് ഈസ് ഫൺ. ഈ സുപ്രൊക്കെ വിരിച്ച് കഴിച്ച് അങ്ങനെ ചെറിയൊരു വിരുന്നായിരുന്നു. ഇറ്റ് വെൻഡ് ഔട്ട് സോ വെൽ. സോ സി യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.